ഓം ശ്രീ ഗണേശഗുഹശാരദാഗുരുഭ്യോ നമഃ. ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പാവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം. ഓം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാവർക്കും പ്രണാമം. ഞാൻ അരവിന്ദ് ശിവൻ. രാമായണ മാസം ഇന്ന് പര്യവസാനിക്കുകയാണ്. ആടിമാസം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സങ്കീർണതകൾ നിറഞ്ഞ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഈശ്വര വിചിന്തനം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രസരിക്കുവാനായിട്ടാണ് വീട്ടിൽ ദൈവിക സാധനകളൊക്കെ നടത്തി വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അധ്യാത്മരാമായണ പാരായണവും ചെയ്തത്. അധ്യാത്മരാമായണത്തെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ 32 വരെ ചൊല്ലുമ്പോൾ തന്നെ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇനി ചിങ്ങത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമ്മൾ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടതെന്നും പറയുന്നു. രാമായണം അധ്യാത്മരാമായണം എന്ന് പറയുമ്പോൾ തന്നെ രാമനാകണം, രാവണനാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാമായണം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ആധ്യാത്മികത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഇന്ദ്രിയങ്ങളിൽ വശപ്പെടുന്നവന് എല്ലാം നാശമാകും. ഇന്ദ്രിയങ്ങളെ ജയിച്ച് തൻ്റെ അധീനതയിലാക്കുന്നവർക്ക് എല്ലാം സ്വന്തമാകും. അതാണ് രാമൻ്റെ അവതാരത്തിൽ നിന്നും രാവണൻ്റെയും ജന്മത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ രാമനായി തന്നെ മാറണമെന്നാണ്. രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം, രാമ എന്ന് പറയുന്നത് സദാ രമേതി, എന്താണ് എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നവൻ രാമൻ. രമേതി എന്തിൽ രമിക്കുന്നു? ആത്മാരമേതി, ആത്മാവിൽ ആനന്ദത്തിൽ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു വ്യക്തി സദാ ആനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാണ് മറ്റുള്ളവർക്കും സന്തോഷം നൽകാൻ സാധിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ എപ്പോഴും സന്തോഷത്തിൽ രമിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ വശപ്പെട്ടിരിക്കണം. നമ്മുടെ ചിന്ത, നമ്മുടെ വാക്ക് അല്ലേ, നമ്മുടെ നോട്ടം, എല്ലാം നമ്മളുടെ അധീനതയിലാകണം. നമ്മൾ അതിൻ്റെ അധീനതയിലാകരുത്. അപ്പോൾ മാത്രമേ നമുക്ക് നമുക്ക് രാമനാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. രാമൻ എന്താണ് വൈചിത്രമായ 4 കൈകളോടുകൂടിയോ അല്ലെങ്കിൽ നീല നിറത്തോടുകൂടിയോ അതൊക്കെ ഒരു പ്രതീകമായിട്ട് പറയുമ്പോൾ എന്താണ് രാമനിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതെന്ന് പറഞ്ഞാൽ സദാ ആനന്ദചിത്തനായി എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും മനസ്സ് സദാ സ്ഥൈര്യമായി തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നേരിടാൻ തൻ്റെ ആനന്ദാവസ്ഥയിൽ സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാണ് രാമൻ എന്ന് പറയുന്നത്. ആത്മാരാമൻ തൻ്റെ ആത്മാവിൽ രമിച്ചുകൊണ്ട്, തന്നെ രമിച്ചുകൊണ്ട്, തൻ്റെ ആനന്ദമെന്ന് പറയുന്നത് പുറമേയുള്ള ഒരു വസ്തുവുമല്ല, തൻ്റെ ഉള്ളിൽ തന്നെയാണ്, തൻ്റെ ഉള്ളിലാണ് ലോകം. അതാണ് പുറമേ പ്രതിഫലിച്ച് കാണുന്നത്. അപ്പോൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഉള്ളിൽ നിന്നാണ് ആനന്ദം പുറത്തേക്ക് വരുന്നത്. അങ്ങനെ എന്തുകൊണ്ട് സാധിച്ചു? ആ രാമൻ എവിടെയാണ് ഉദ്ഭവിച്ചത്? ദശരഥൻ്റെ പുത്രനായിട്ടാണ് ഉദ്ഭവിച്ചത്. എന്താ ദശരഥമെന്ന് പറയുന്നത്? ദശരഥമെന്ന് പറയുന്നത് 10 രഥങ്ങളെ 10 ദിക്കിലോട്ടും 10 രഥങ്ങളെ ഒരേപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ഇതാണ് 10 ദിക്കുകൾ. 4 പ്രധാനപ്പെട്ട ദിക്കുകൾ, പിന്നെയുള്ള 4 ഉപദിക്കുകൾ മുകളിലും താഴെയും. ഒരേ സമയം 10 ഇടത്തും തൻ്റെ രഥത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ദശരഥൻ. എന്താണ് ഈ 10 എന്ന് പറയുന്നത്? എന്താണ് ഈ രഥങ്ങളെന്ന് പറയുന്നത്? 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവ 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. നമ്മൾ ഈ ഇത്രയും ഇന്ദ്രിയങ്ങൾ
ഏവന് അധീനമായിരിക്കുന്നുവോ അതനുസരിച്ച് അവൻ തൻ്റെ ചിട്ടയെ നിജപ്പെടുത്തുന്നുവോ അവന് രാമൻ വരും, രാമൻ വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ വശപ്പെടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് വഴിവിട്ടു പോകാതെ, അവർക്ക് വഴിപ്പെട്ടു പോകാതെ ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങൾ തൻ്റെ അധീനതയിൽ വയ്ക്കുന്നത് അവിടെ രാമൻ ജനിക്കും. ദശരഥന് മാത്രമേ രാമൻ ജനിക്കൂ. ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടില്ലെങ്കിൽ ദശാസ്യനായ 10 തലകളോടുകൂടി ദശഗ്രീവനായിട്ട് രാവണനായിട്ട് ജനിക്കും. എന്താണ്, രാവണൻ ഏറ്റവും പ്രധാനിയായ ഉപാസകനൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ്, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് താൻ വശപ്പെട്ടു പോയി. അതാണ് രാവണന് പറ്റിയ ച്യുതി എന്ന് പറയുന്നത്. അപ്പോൾ രാമനായിരിക്കുക, ആ രാമനിൽ ആരെ കുറിക്കണം? ആ രാമൻ്റെ കൂടെ സീതയും ഉണ്ടായിരിക്കണം. സീത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. സീതയുടെ ജനനം നമ്മൾ നോക്കുകയാണെങ്കിൽ സീത എവിടുന്നാണ്, എന്താണ് ശരിക്കുമായി ഉത്ഭവിച്ചതെന്നോ എവിടുന്നാണ് സീത പോയതെന്നോ നമുക്കറിയില്ല. ജനകൻ അല്ലേ നിലമുഴലുമ്പോഴാണ് സീത ജനിക്കുന്നത്. അതേപോലെ തന്നെ ഭൂമി പുലർന്നാണ് സീത അന്തർധാനവും ചെയ്യുന്നത്. അപ്പോൾ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, ചിന്തയാണ്. ചിന്ത എവിടുന്ന് വരുന്നു എന്ന് നമുക്കറിയില്ല അല്ലേ. ചിന്ത എവിടെ അവസാനിക്കുന്നു എന്നും അറിയില്ല. പല പല രീതികളിലേക്കും അതിങ്ങനെ പോകും. അത് പല പല ആവശ്യങ്ങളിലേക്ക് മനസ്സിങ്ങനെ കറങ്ങി പല ആകർഷണീയമായ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് സ്വർണ്ണമാനിൽ ആകൃഷ്ടയായി വന്നത് സീത. ആ സ്വർണ്ണമാനം വേണം, ആ ഒരു കാര്യം വേണം, അതെനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ, എനിക്കത് വേണം എന്ന രീതിയിൽ പോവും. മനസ്സങ്ങനെ നിൽക്കും. ആ മനസ്സിന് ഒരു കടിഞ്ഞാണില്ല എങ്കിൽ അത് പല പല അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ അപകടങ്ങൾ വരാതിരിക്കാനായി മനസാക്ഷിയാകുന്ന ദശരഥമെന്ന് പറയുന്നത് 10 രഥങ്ങളെ 10 ദിക്കിലോട്ടും 10 രഥങ്ങളെ ഒരേപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. ഇതാണ് 10 ദിക്കുകൾ. 4 പ്രധാനപ്പെട്ട ദിക്കുകൾ, പിന്നെയുള്ള 4 ഉപദിക്കുകൾ മുകളിലും താഴെയും. ഒരേ സമയം 10 ഇടത്തും തൻ്റെ രഥത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ദശരഥൻ. എന്താണ് ഈ 10 എന്ന് പറയുന്നത്? എന്താണ് ഈ രഥങ്ങൾ എന്ന് പറയുന്നത്? 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവ 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. നമ്മൾ ഈ ഇത്രയും ഇന്ദ്രിയങ്ങൾ ഏവന് അധീനമായിരിക്കുന്നുവോ അതനുസരിച്ച് അവൻ തൻ്റെ ചിട്ടയെ നിജപ്പെടുത്തുന്നുവോ അവന് രാമൻ വരും, രാമൻ വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ വശപ്പെടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾക്ക് വഴിവിട്ടു പോകാതെ, അവർക്ക് വഴിപ്പെട്ടു പോകാതെ ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങൾ തൻ്റെ അധീനതയിൽ വയ്ക്കുന്നത് അവിടെ രാമൻ ജനിക്കും. ദശരഥന് മാത്രമേ രാമൻ ജനിക്കൂ. ഇന്ദ്രിയങ്ങൾ വശപ്പെട്ടില്ലെങ്കിൽ ദശാസ്യനായ 10 തലകളോടുകൂടി ദശഗ്രീവനായിട്ട് രാവണനായിട്ട് ജനിക്കും. എന്താണ്, രാവണൻ ഏറ്റവും പ്രധാനിയായ ഉപാസകനൊക്കെ തന്നെയാണ്. പക്ഷേ എന്താണ്, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് താൻ വശപ്പെട്ടു പോയി. അതാണ് രാവണന് പറ്റിയ ച്യുതി എന്ന് പറയുന്നത്. അപ്പോൾ രാമനായിരിക്കുക, ആ രാമനിൽ ആരെ കുറിക്കണം? ആ രാമൻ്റെ കൂടെ സീതയും ഉണ്ടായിരിക്കണം. സീത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. സീതയുടെ ജനനം നമ്മൾ നോക്കുകയാണെങ്കിൽ സീത എവിടുന്നാണ്, എന്താണ് ശരിക്കുമായി ഉത്ഭവിച്ചതെന്നോ എവിടുന്നാണ് സീത പോയതെന്നോ നമുക്കറിയില്ല. ജനകൻ അല്ലേ നിലമുഴലുമ്പോഴാണ് സീത ജനിക്കുന്നത്. അതേപോലെ തന്നെ ഭൂമി പുലർന്നാണ് സീത അന്തർധാനവും ചെയ്യുന്നത്. അപ്പോൾ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, ചിന്തയാണ്. ചിന്ത എവിടുന്ന് വരുന്നു നമുക്കറിയില്ല അല്ലേ. ചിന്ത എവിടെ അവസാനിക്കുന്നു എന്നും അറിയില്ല. പല പല രീതികളിലേക്കും അതിങ്ങനെ പോകും. അത് പല പല ആവശ്യങ്ങളിലേക്ക് മനസ്സിങ്ങനെ കറങ്ങി പല ആകർഷണീയമായ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് സ്വർണ്ണമാനിൽ ആകൃഷ്ടയായി വന്നത് സീത. ആ സ്വർണ്ണമാനം വേണം, ആ ഒരു കാര്യം വേണം, അതെനിക്ക് നേടിയെടുത്തേ പറ്റുള്ളൂ, എനിക്കത് വേണം എന്ന രീതിയിൽ പോകും.
മനസ്സങ്ങനെ നിൽക്കും. ആ മനസ്സിന് ഒരു കടിഞ്ഞാണില്ല എങ്കിൽ അത് പല പല അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ അപകടങ്ങൾ വരാതിരിക്കാനായി മനസാക്ഷിയാകുന്ന ലക്ഷ്മണൻ ഒരു ലക്ഷ്മണരേഖ വരയ്ക്കും. ആ ലക്ഷ്മണരേഖ അത് കടന്ന് ഒരു കാൽ വച്ചാൽ കൂടിയും എന്താണ്, ഈ ഇന്ദ്രിയങ്ങൾ, വശപ്പെട്ട ഇന്ദ്രിയങ്ങളൊക്കെ ഈ മനസ്സിനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് സീതയെ രാവണൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മനസ്സ് രാമൻ്റെ വാക്കുകളിൽ അല്ലെ മനസാക്ഷിയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ എന്താണ്, ആ മനസ്സ് രാമനിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ആനന്ദം ഉദ്ഭവിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു നിഷ്ഠയാണ്. ആ നിഷ്ഠയാണ് നമ്മുടെ മുഖ്യമായ പ്രാണൻ എന്ന് പറയും. നമ്മുടെ പ്രാണൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ എത്തണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പ്രാണൻ്റെ ചലനമാണ്. നമ്മൾ ഏത് ദിശയിൽ പോകണം, അതിനെയൊക്കെ എങ്ങനെ കടിഞ്ഞാനിട്ട് നിയന്ത്രിക്കണം, ഏതിലോടൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആ മുഖ്യമായ പ്രാണനാണ് ഹനുമാൻ. ഹനുമാൻ സദാ രാമരാമേതി, സദാ രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമനിൽ ആകൃഷ്ടമായി എൻ്റെ ഉള്ളിലെ പരമാത്മാ ചൈതന്യമായിരിക്കുന്ന ഈശ്വരനായി കുടികൊള്ളുന്ന രാമനെയാണ് ഞാൻ അറിയേണ്ടത്. അപ്പോൾ ആ രാമനിലേക്ക് ലയിക്കാനായി സീതാറാം എന്ന് പറയും. മനസ്സ് എന്താണ്, മനസ്സ് രാമനിലേക്ക് ചേർക്കുക, അതാണ് സീതാറാം എന്ന നാമം. ഇത് തന്നെയാണ് സീതാരാമ തത്വം രാമായണത്തിൽ പറയുന്നത്. രാമൻ പരബ്രഹ്മൻ മൂർത്തിയാണ്. രാമനിലൂടെയാണ് സീത പ്രവർത്തിക്കുന്നത്. ശരിക്കും രാമായണം എന്ന വാക്കിന് അർത്ഥം രാമൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സീതയുടെ കഥയും കൂടിയാണ്. രാമായണം, രാമ എന്ന് പറയുമ്പോൾ സ്ത്രീ ശബ്ദമായിട്ട് വരും. അത് സീതയെ ഉദ്ദേശിക്കുന്നു. രമ എന്നുദ്ദേശിക്കുന്നു. സാക്ഷാത് മഹാലക്ഷ്മിയുടെ അവതാരമായിട്ട് സീതയെ പറയണു. അപ്പോൾ സീതയുടെയും കഥയാണ്, രാമൻ്റെയും കഥയാണ്. ഇതാണ് രാമായണത്തിലെ, അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും ആദ്യ ഭാഗത്ത് ബാലകാണ്ഡത്തിൽ രാമഹൃദയത്തെ പറ്റി സീത ഹനുമാനോട് ഉപദേശിക്കുന്നു അല്ലേ. മനസ്സ് രാമനെ ധരിച്ചുകൊണ്ട് തൻ്റെ പ്രാണനിൽ ആ രാമകഥ നിലനിർത്താൻ എന്ന സങ്കല്പത്തോടുകൂടി സീത ഹനുമാന് രാമതത്വത്തെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് രാമഹൃദയം. ബാലകാണ്ഡത്തിൽ പ്രധാനമായ ആ ഒരു ഭാഗം എല്ലാ കഥകളും എന്താണ്, എല്ലാ ഭാഗവും രാമായണത്തിലെ എല്ലാ ഭാഗവും എന്താണ്, ഏറ്റവും ചുരുങ്ങിയതായതിൽ പറയുകയും ഏറ്റവും തത്വത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സദാ രാമനെ സദാഹൃദയത്തിൽ വസിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ചിങ്ങമാസത്തിലേക്ക് കടക്കുവാൻ സാധിക്കട്ടെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയൻ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയം, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരി ഓം തത്സത്.